ചോദ്യം നമ്പർ 91 ശ്രീ കെ ആൻസ്ലൻ, ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി. സാറേ, വിഴിഞ്ഞം തുറമുഖം സാധ്യമാകുന്നതോടെ ഉണ്ടാകുന്ന വികസന കുതിപ്പ് മുന്നിൽ കണ്ടാണ് സംസ്ഥാന സർക്കാർ മുൻകൈയെടുത്ത് ഔട്ടർ റിംഗ് റോഡ് പദ്ധതിക്ക് രൂപം നൽകിയത്. ബി, സംസ്ഥാനം ആവശ്യപ്പെട്ടതനുസരിച്ച് ദേശീയപാത നിലവാരത്തിൽ റോഡ് നിർമ്മാണം സാധ്യമാക്കുന്നതിന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം സമ്മതിക്കുകയും ദേശീയപാത അതോറിറ്റിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. വിഴിഞ്ഞം മുതൽ നാവായിക്കുളം വരെയുള്ള ഔട്ടർ റിംഗ് റോഡ് പദ്ധതിക്ക് ആവശ്യമായ ഭൂമി ഏറ്റെടുക്കൽ പ്രവൃത്തികൾ അന്തിമഘട്ടത്തിലാണ്. സി, 28/4/2018 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കേന്ദ്ര ഗതാഗതവും ഹൈവേയും ഷിപ്പിംഗ് വകുപ്പ് മന്ത്രിയും നടത്തിയ റിവ്യൂ മീറ്റിംഗിൽ ഔട്ടർ റിംഗ് റോഡിന്റെ നിർമ്മാണത്തിന് അനുമതി നൽകിയിട്ടുണ്ട്. പാരിപ്പള്ളി മുതൽ വിഴിഞ്ഞം വരെ 80 കിലോമീറ്റർ നീളത്തിലും 70 മീറ്റർ വീതിയിലും ദേശീയപാത അതോറിറ്റി മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിക്ക് 4/2/2019 ഉത്തരവ് പ്രകാരം സംസ്ഥാന ഗവൺമെന്റ് തത്വത്തിൽ അംഗീകാരം നൽകിയിരുന്നു. 45 മീറ്റർ പ്രധാന പാതയും 25 മീറ്റർ സർവീസ് റോഡുകളുമായാണ് പദ്ധതി വിഭാവനം ചെയ്തിരുന്നത്. നിലവിൽ ദേശീയപാത അതോറിറ്റി അംഗീകരിച്ചത് പ്രകാരം നാവായിക്കുളം മുതൽ വിഴിഞ്ഞം വരെ 45 മീറ്റർ പ്രധാന പാതയിൽ സർവീസ് റോഡുകൾ ഉൾപ്പെടുത്തിയാണ് ഔട്ടർ റിംഗ് റോഡ് നിർമ്മിക്കുന്നത്. സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടത് പ്രകാരം വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് പദ്ധതിക്ക് ഭാരത്മാല പരിയോജനയിൽ ഉൾപ്പെടുത്തി വ്യവസ്ഥകൾക്ക് വിധേയമായി കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് അംഗീകാരം നൽകിയിട്ടുണ്ട്. കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ അത് ഞാൻ വളരെ വിശദമായിട്ട് സർ പറയുന്നില്ല. ഇങ്ങനെ ഇത് പ്രകാരം കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. ശ്രീ കെ ആൻസ്ലൻ. കേരളത്തിലെ ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും കേരളത്തിലെ സമഗ്ര വികസനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത് നിരത്തുകളുടെ വികസനമാണ്. ആ വികസനത്തിന്റെ സാധ്യത വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് കാലത്ത് മുട്ടുമുടക്കിയ ദേശീയപാത അതോറിറ്റി ഭൂമി ഏറ്റെടുക്കൽ കൊടുക്കൽ നടപടിയടക്കം ഒട്ടനവധി വികസന വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉയർന്നു നൽകിയ കേരളത്തിലെ പ്രതിപക്ഷമടക്കം മറുഭാഗത്ത് നിൽക്കുമ്പോൾ അതിനെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ദേശീയപാത വികസനമടക്കം സംസ്ഥാന റോഡുകളുടെ വികസന പ്രവർത്തനത്തിന് മുന്നോക്കം നൽകുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ ഗവൺമെന്റ് കാലത്ത് അതിന് നല്ല നിലയിലുള്ള പുരോഗതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളുടെ പ്രവർത്തനങ്ങൾക്ക് അതിവേഗതയിലേക്ക് പോവുകയാണ്. അതിൽ പ്രത്യേകിച്ച് വഴിമുക്ക് മുതൽ കളിയിക്കൽ വരെയുള്ള പാത ഇരട്ടിപ്പിക്കലിന്റെ പ്രവർത്തനങ്ങളിലും ത്വരിതപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. എൻ്റെ ചോദ്യം, വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസനം നമ്മുടെ നാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വിഴിഞ്ഞം തുറമുഖ വികസനം കൂടി മുന്നിൽ കണ്ടുള്ള ഔട്ടർ റിംഗ് റോഡ് പദ്ധതി തലസ്ഥാന വികസനത്തിന് എത്രത്തോളം ഗുണകരമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്? യെസ് മിനിസ്റ്റർ. സർ, എങ്ങനെയാണ് ഒരു സർക്കാർ വളരെ മുൻകൂട്ടി കാര്യങ്ങൾ കണ്ട് ദീർഘവീക്ഷണത്തോടു കൂടി ഇടപെടുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വിഴിഞ്ഞം തുറമുഖ വികസനത്തെ കണ്ടുകൊണ്ട് ഔട്ടർ റിംഗ് റോഡ് പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ മുൻകൈയെടുത്തത്. കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുത്ത് കേന്ദ്ര സർക്കാരുമായി ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തു. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടെ സംസ്ഥാനത്താകെയും തലസ്ഥാനത്ത് പ്രത്യേകിച്ചു ഉണ്ടാകാനിടയുള്ള വികസന കുതിപ്പ് അത് മുന്നിൽ കണ്ടാണ് LDF സർക്കാർ ഔട്ടർ റിംഗ് റോഡ് പദ്ധതി ആവിഷ്കരിച്ചത്. വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുന്നതോടെ ദേശീയപാത 66ന്റെ ഭാഗമായ ബൈപ്പാസ് മാത്രമായി കണക്ടിവിറ്റി ഉൾക്കൊള്ളില്ല എന്നത് കണക്കിലെടുത്താണ് ഇത്തരം ഒരു പദ്ധതി ആവിഷ്കരിച്ചത്. അതിന് മാത്രം കാത്തിരുന്നെങ്കിൽ വലിയ പ്രയാസം സൃഷ്ടിക്കുമായിരുന്നു. പ്രയാസങ്ങൾ ഒഴിഞ്ഞു എന്ന് മാത്രമല്ല, ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള സർക്കാരിൻ്റെ കാഴ്ചപ്പാട് എത്രത്തോളം ഫലപ്രദമാണെന്ന് പൊതുവെ ജനങ്ങൾ അനുഭവിക്കുകയും ചെയ്യും. വിഴിഞ്ഞം ഉണ്ടാക്കാനിടയുള്ള സാമ്പത്തിക വാണിജ്യ സാധ്യതകളെ കൂടി ഉപയോഗപ്പെടുത്താൻ റിംഗ് റോഡ് പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നു. ഒരു മേഖലയിൽ മാത്രമായി വികസനം കേന്ദ്രീകരിക്കാതെ തലസ്ഥാനത്തെ മറ്റിടങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ ഈ പദ്ധതി വഴി സാധിക്കും. തലസ്ഥാനത്തെ സർവ്വ മേഖലകളിലും കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ കഴിയുന്ന ഔട്ടർ റിംഗ് റോഡിന്റെ പദ്ധതി രൂപീകരണം വളരെ നേരത്തെ നിശ്ചയിച്ച് സർക്കാർ ഇടപെട്ടതിന്റെ ഭാഗമായി ഫലപ്രദമായി മുന്നോട്ട് പോകും. ഇത് പൊതുവെ നമ്മൾ പരിശോധിച്ചാൽ സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരുമായി നടത്തിയ ചർച്ച പോസിറ്റീവായി അതിന്റെ ഭാഗമായി ദേശീയപാത നിലവാരത്തിൽ റിംഗ് റോഡ് നിർമ്മിക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുൻഗണനാ പദ്ധതിയിൽ ഇത് ഉൾപ്പെടുത്തുകയും കൃത്യമായ ഇടവേളകളിൽ പദ്ധതിയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ചേർന്ന അവലോകന യോഗത്തിലും ഔട്ടർ റിംഗ് റോഡ് സാധ്യമാക്കുന്നതിനുള്ള ചർച്ചകൾ വളരെ പോസിറ്റീവായി നടന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, ഈ പദ്ധതികളെല്ലാം വിജയിപ്പിക്കണമെങ്കിൽ കേന്ദ്ര ഫണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതൊരു ഔദാര്യമല്ല, കേരളത്തിന് അവകാശപ്പെട്ടതാണ്.
ഈ റിംഗ് റോഡ് പദ്ധതിക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് അനുവദിക്കുന്നതിൽ കേന്ദ്ര ഗവൺമെന്റ് എന്തെങ്കിലും വിമുഖതയുണ്ടോ? സർ, പൊതുവേ നമ്മൾ സഭയിൽ പ്രത്യേകിച്ച് ഈ സമ്മേളനത്തിൽ നല്ല നിലയിൽ ചർച്ച നടത്തുകയും പൊതുവെ ആളുകൾക്ക് ബോധ്യപ്പെടുകയും ചെയ്തതാണ് എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ കേരളത്തോട് അവഗണന കാണിക്കുന്നു. ആ അവഗണന പ്രശ്നം പൊതുവേ ഉണ്ട്. ഇടതുപക്ഷ ബദൽ വളരെ നല്ല നിലയിൽ നടപ്പിലാക്കുമ്പോൾ രാജ്യമാകെ ചർച്ച ചെയ്യുന്നു. മതനിരപേക്ഷതയ്ക്ക് എങ്ങനെയാണ് ബദൽ ഉയർത്താമെന്ന് ഇടതുപക്ഷം പൊതുവെ സർക്കാരിൻ്റെ നിലപാടുകളിലൂടെ തെളിയിക്കുന്നു. ഇതിൻ്റെ ഭാഗമായി വൈരനിരാധന ബുദ്ധിയോടുകൂടി രാഷ്ട്രീയ പകപോക്കലിൻ്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര സർക്കാർ ഫണ്ടുകൾ വെട്ടിക്കുറക്കുന്നത്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇപ്പോൾ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നത് കേരളത്തിലെ വികസന പദ്ധതികളെ തകർക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. അതിലാർക്കും തർക്കമില്ല. കേരളത്തിലെ ദേശീയവാദ വികസനം സാധ്യമാക്കുന്നതിന് സ്ഥലമേറ്റെടുക്കാനും മറ്റും അതിൻ്റെ ഭാഗമായി ഇടപെട്ടു. മറ്റു പല നിലയിലും ഇടപെടലുകൾ നടത്തുന്നു. ഇതൊന്നും ഒരു തരത്തിലും വികസനത്തെ ബാധിച്ച് മുന്നോട്ട് പോകില്ല. അത് നല്ല കാഴ്ചപ്പാടോടുകൂടി തന്നെ സർക്കാർ ഈ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ എല്ലാ നിലയിലും ഇടപെടും. മുരളി സർ, PWD രംഗത്ത് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സുദീർഘമായ പ്രവർത്തനങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഔട്ടർ റിംഗ് റോഡിൻ്റെ തുടർച്ചയായി സംസ്ഥാനത്തിൻ്റെ മറ്റു ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന പാതകളും വികസിപ്പിക്കേണ്ടത് ആവശ്യമാണ്. NH 744 കൊല്ലം ചെങ്കോട്ട എറണാകുളം ബൈപ്പാസ് എന്നീ പദ്ധതികൾ ഒക്കെ അതിൻ്റെ പുരോഗതിയും ആ പദ്ധതികളുടെ വിശദാംശങ്ങളും എന്താണ് എന്നറിയാൻ താല്പര്യമുണ്ട്. അതുപോലെ തന്നെ ഈ അങ്കമാലി കേശവാസുരം MC റോഡ് 4 വരി പാതയാകുമെന്നൊരു പ്രഖ്യാപനം കേട്ടു. അതിൻ്റെ നിജസ്ഥിതിയും എന്താണ് എന്നറിയാൻ താല്പര്യമുണ്ട്. സർ, ഇതിൻ്റെ ഭാഗമായി ഇതിനോട് ബന്ധിപ്പിക്കുന്ന പാതകളും വികസിപ്പിക്കേണ്ടതുണ്ട്. അത് നിരവധി പദ്ധതികൾ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. NH 744 കൊല്ലം ചെങ്കോട്ട എറണാകുളം ബൈപ്പാസ് ഇത് യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞ MC റോഡിന് സമാന്തരമായി ഗ്രീൻഫീൽഡ് ഹൈവേ, കൊല്ലം ചെങ്കോട്ട പാതയുടെ വികസനം തുടങ്ങിയവ വളരെ പ്രധാനപ്പെട്ടതാണ്. തീരദേശ പാതയും മലയോര ഹൈവേയും ഒരു ഭാഗത്തുണ്ട്. കൊല്ലം ചെങ്കോട്ട പാത വികസനവും എറണാകുളം ബൈപ്പാസ് വികസനവും സാധ്യമാക്കാനുള്ള ഇടപെടലുകൾ നടത്തുന്നത് പോലെ തന്നെ ഈ പദ്ധതികളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇടപെടുന്നത്. കൊല്ലം ചെങ്കോട്ട പാതയ്ക്ക് 317 കോടി 35 ലക്ഷം രൂപയും എറണാകുളം ബൈപ്പാസിന് 424 കോടി രൂപയും സംസ്ഥാന സർക്കാരിന് അധിക ബാധ്യത ആകുമെന്ന കണക്കും ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായി പുറത്തു വന്നു. എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ എന്ത് സമീപനമാണെങ്കിലും പരമാവധി പദ്ധതികൾ ലഭ്യമാകാനും അത് യാഥാർത്ഥ്യമാക്കുവാനുമുള്ള ഇടപെടലാണ് ഇപ്പോൾ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ IB സതീഷ്. സർ, ബഹുമാനീയനായ മന്ത്രി ചൂണ്ടിക്കാണിച്ചതുപോലെ തിരുവനന്തപുരം ജില്ലയിലെ വിസ്മയകരമായ വികസനത്തിൻ്റെ സാധ്യതയാണ് ഔട്ടർ റിംഗ് റോഡ് വഴി ഉണ്ടാകുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രകൃതിദത്തമായ ആഴമുള്ള വിഴിഞ്ഞം തുറമുഖത്തു നിന്ന് ദേശീയപാതയിലേക്കുള്ള പാതയാണ് ഔട്ടർ റിംഗ് റോഡ്. കാട്ടാക്കട മണ്ഡലത്തെ നെടുകെ വിഭജിച്ചുകൊണ്ടാണ് ഈ ഔട്ടർ റിംഗ് റോഡ് വിഭാവനം ചെയ്തിട്ടുള്ളത്. എൻ്റെ ചോദ്യം, ഈ പദ്ധതി ഏറ്റെടുക്കുമ്പോൾ എത്രത്തോളം സാമ്പത്തിക ബാധ്യതയാണ് വരുന്നത്? ഭൂമി വിട്ടു നൽകാൻ തയ്യാറായ ആളുകളിൽ ആശങ്ക വിടർത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിനും ഭൂമി ഏറ്റെടുക്കുന്നതിനും കേന്ദ്രവുമായി തുടർ ചർച്ചകൾക്ക് തയ്യാറാകുന്നു. സർ, ഔട്ടർ റിംഗ് റോഡ് പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ സംസ്ഥാനത്തിന് 1600 കോടിയിലധികം രൂപയുടെ ബാധ്യതയാണ് കണക്കാക്കുന്നത്. ഭൂമി ഏറ്റെടുക്കലിന് 930 കോടിയിലധികം രൂപയും സംസ്ഥാന ചരക്ക് സേവന നികുതി ഒഴിവാക്കുന്ന ബാധ്യത 211 കോടി രൂപയും റോയൽറ്റി 11 കോടി രൂപയും സർവീസ് റോഡ് നിർമ്മാണത്തിന് 477 കോടി രൂപയും സംസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്തമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. പുതിയ സാഹചര്യത്തിൽ സർവീസ് റോഡിനുള്ള 477 കോടി രൂപ കേന്ദ്ര സർക്കാർ വഹിക്കണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയുമായി ഇക്കാര്യം ചർച്ച ചെയ്തു. 3/8/2023 മുഖ്യമന്ത്രിയും ശ്രീ നിതിൻ ഗഡ്കരിക്ക് അയച്ച കത്തിൻ്റെ ലാൻഡ് അക്വസിഷൻ പൂർത്തീകരിക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പിന്നീട് 10/10/2023 ദില്ലിയിൽ വെച്ച് ഈ വകുപ്പ് മന്ത്രിയുമായി CM ചർച്ച നടത്തി കേരളത്തിൻ്റെ ആവശ്യം ആവർത്തിച്ചു. എന്നാൽ സർവീസ് റോഡിൻ്റെ നിർമ്മാണം കേരളം തന്നെ നിർവഹിക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ നിലപാട്. ഇക്കാര്യത്തിൽ കേരളത്തിൻ്റെ സാഹചര്യം ചൂണ്ടിക്കാണ്ടി കേന്ദ്രത്തെ ഒരിക്കൽ കൂടി സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഔട്ടർ റിംഗ് റോഡ് പദ്ധതി യാഥാർത്ഥ്യമാക്കുക എന്നത് തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്. എന്തൊക്കെ പ്രതിസന്ധി വന്നാലും
ഒരു തീരുമാനം കൈക്കൊണ്ടാൽ ആ പ്രതിസന്ധികളെ തട്ടിമാറ്റി മുന്നോട്ട് പോയ പാരമ്പര്യമാണ് LDF സർക്കാരിനുള്ളത് എന്നുള്ളത് ഞാൻ ഒരിക്കൽ കൂടി ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ്.